ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ വിചാരിച്ചു സൺഡേയിൽ ഞങ്ങൾ വീട്ടിൽ പോകുന്നില്ല. അപ്പം ഇന്ന് വീട്ടിലിരുന്ന് നമ്മൾ പണികളൊക്കെ ചെയ്യുവാണ്. പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാം. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിന് ഒരു മെഡിക്കൽ ക്യാമ്പിന് പോകേണ്ടതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ബായോ. ഞാൻ ബേർഡ് സീഡ്സ് തീർന്നു പോയായിരുന്നു, തീരാറായി. അപ്പം ഞാൻ സ്ഥന വാങ്ങിച്ച് ഞാൻ കാറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എടുക്കാൻ പറ്റുമോ അറിയത്തില്ല, നോക്കാം. ഇപ്പം ഞാൻ കാറിനകത്തു നിന്ന് ചാക്ക് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. Open the boot. What do you? Here. Up. Here. What are you gonna do? എൻ്റെ അമ്മോ, 30 കിലോയുടെ ചാക്ക് പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. You have to come follow me, okay? I'm the cameraman. ഇന്നത്തെ എൻ്റെ ക്യാമറാമാനാണ് ആർണവ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. Come. To the kitchen. The camera. 60 കിലോ ഒക്കെ ഈസി ആയിട്ട് ജിമ്മിൽ അസിസ്റ്റഡ് വെയിറ്റിലൊക്കെ പൊക്കാൻ പറ്റും. ഇതൊക്കെ തന്നെ 30 കിലോ പൊക്കുമ്പം കുറച്ച് പാടാ, എന്നാലും പൊക്കാനൊക്കെ പറ്റും. 60 കിലോ പൊക്കാൻ പറ്റിയില്ലെങ്കിൽ 30 പൊക്കാൻ പറ്റും. അങ്ങനെ ചാക്കിനകത്തു നിന്നുള്ള സംഭവമൊക്കെ പൊക്കിയെടുത്ത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് ഞാൻ ഇവിടെ വെക്കുന്നതാണ്. ഇനിയും ഈ ഒരു പാത്രത്തിനകത്തിൽ ഞാനിത് കുറച്ചെടുത്ത് ടെറസിൻ്റെ മുകളിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഫില്ല് ചെയ്യും. അതാകുമ്പം ഡെയിലി നമുക്കതെടുത്താൽ മതിയല്ലോ. പേരയ്ക്ക, ഓറഞ്ച്, ബീൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ടെറസിൻ്റെ മുകളിൽ പോയി ഇതെല്ലാം കൂടെ കട്ട് ചെയ്യലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് എല്ലാ ദിവസവും ഫുഡ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്, പിന്നെ പോംഗ്രാനറ്റ് ഉണ്ട്, വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അതും കൂടെ ഞാനിന്ന് ബേർഡ്സിന് മിക്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാൻ നല്ലതാണ്. നല്ല സൂപ്പർ പോംഗ്രാനറ്റ് ആയിരുന്നു. പ്രാവശ്യം വാങ്ങിച്ചാ. പിന്നെ ബീട്രൂട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇതാകുമ്പം എളുപ്പം കഴിക്കാമല്ലോ ഫിഞ്ചസിനൊക്കെ. അതിനാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് ചുമ്മാ കഴിക്കാം. പിന്നെ എന്നത്തെ പോലെ നമ്മുടെ സ്പ്രൗട്ട്സിൻ്റെ മിക്സ്. അപ്പം ഇതെല്ലാം എന്താ, ഇത് തലേദിവസം വെള്ളത്തിൽ വെച്ച് എടുത്ത പയറാണ്. നമുക്കും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ബേർഡ്സിൻ്റെ ഫുഡ് എടുക്കുമ്പോഴേ പിള്ളേർക്കറിയാം ഞാൻ ടെറസിൽ പോവുകയാണെന്ന്. അന്നേരം മുതൽ എൻ്റെ പുറകെ നിന്ന് മാറുകയില്ല അവിടെ പോകാനായിട്ട്. അപ്പം കേജിലോട്ട് പോകാം. പ്രോപ്പർലി ഞങ്ങളെയും കൂടെ ഇടിച്ചിട്ടിട്ട് പോകുന്നതല്ല പോകുന്നത്. ആർച്ചി പോയോ ഓൾറെഡി? ആർച്ചി എവിടാ? ഉണ്ടോ? ഗോ. സ്ലോലി കിട്ടിട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ബോക്സിനകത്തിൽ അപ്പോൾ 2-3 ദിവസത്തേക്കുള്ളത് ഞാൻ ഇതുപോലെ, 2-4 ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ ഇതുപോലെ ഇവിടുത്തെ മുകളിലുള്ള ജാറിൽ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ താഴേന്ന് ചാക്ക് പൊക്കിക്കൊണ്ട് വരാൻ മേലാത്തതുകൊണ്ട് അതിനാണ് ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് കണ്ടെയ്നർ വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ എല്ലാ സീഡ്സുകളും, സൺഫ്ലവർ സീഡ്സും അങ്ങനെയുള്ള എല്ലാ സീഡ്സും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് മിക്സ് ആക്കിയിട്ടില്ല, സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഓരോ ദിവസം മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. എന്താ വേണ്ടേ? ഇവരിതുപോലെ വിസിലടിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ ക്രിംസൺ കൊണ്ടൂർ നന്നായിട്ട് നമ്മൾ വിസിലടിക്കുന്ന പോലെ എന്നെ വിസിലടിക്കും അല്ലേ? ഞാനിതുവരെ അകത്തോട്ട് കയറിയിട്ടില്ല. ഞാനിവിടെ പുറത്ത് നിൽക്കുന്നതിനാണ്. എല്ലാവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എല്ലാവരും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മണ്ടേന്ന് മാറുകയില്ല. അതുകൊണ്ട് ഞാനിപ്പം കേജിൻ്റെ പുറത്ത് വെച്ചാണ് ഇത് ഫുഡ് ആദ്യം പ്ലേറ്റിലിടുന്നത്. അപ്പം എനിക്കത്രയും കുത്തിപ്പറി എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങളെല്ലാം എൻ്റെ മേത്ത് വന്നിരിക്കും. അപ്പോൾ ഫുഡ് ആദ്യം നമുക്കെടുക്കാം പാത്രം.
Don't do all those. Wait. Open, take. Close. വന്നിരിക്കുവോ അന്നേരം എന്താ വേണം? ഇവർക്ക് ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗോവയും ആപ്പിൾ. Oi, bags. I'll finish cleaning terrace and everywhere. You go have shower and be ready. By the time I'll come down and then we go for breakfast. But you have to change. I'll come. Go. Archie is still here. Go, Archie. അവന് ഞാനിവിടെ പണി ചെയ്യുന്ന സമയം കൊണ്ട് അവൻ റെഡി ആയിട്ടിരുന്നാൽ പിന്നെ എനിക്ക് ഡ്രസ്സ് മാറി ഒരുമിച്ച് അങ്ങ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും. ഞാനൊന്നും കുക്ക് ചെയ്തൊന്നുമില്ല. ഇപ്പം ഒരു 9:30 ഒക്കെ ആയി. നമ്മളിനിയും പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പ്ലാന്. എനിവേ ഹസ്ബൻഡ് ഇല്ല ഇന്ന്, ഞങ്ങൾ വീട്ടിലും പോയില്ല. അപ്പം നമ്മൾ ചുമ്മാ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നാണ്. നമുക്ക് ദോശയാണെങ്കിലും മതി. ഏതായാലും പോയി നോക്കാം എന്തോ ഉള്ളത്. യോ കം ഗോ. ഈ ചിപ്പുഴു എന്ന് പറയുന്നത് നമ്മുടെ ആ ആട്ടാമ്പുഴുവിനെയാണ്. അതുകൊണ്ട് അവന് അതുവഴി പോകാതെ ഇപ്പുറത്തോടെ കയറാനായിട്ട് വേണം. ഈ സീസൺ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്യുകയില്ല. ഓപ്ഷൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ചോദിക്കുന്ന ഉടനെ അവന് ദോശയും സാമ്പാറും ഒന്നും വേണ്ട. അപ്പം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തപ്പിപ്പോണം. ഇനിയും ഇവിടെ കമ്മനഹള്ളിയിൽ സാധാരണ പോകുന്നൊരു കടയുണ്ട്, അവിടെ പോയി നോക്കാം. ഇപ്പം അധിക സമയമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ആയതേ ഉള്ളൂ, 10 o'clock ആയതേ ഉള്ളൂ. അപ്പം പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഇറങ്ങിയേക്കുവാണ്. അപ്പം നമുക്ക് പോവാം. ട്രാഫിക്കിന് ഒരു കുറവുമില്ല. ഞങ്ങൾ സൺഡേസ് സാധാരണ ഈ സമയത്ത് നമ്മൾ നേരത്തെ രാവിലെ ഞങ്ങൾ വീട്ടിൽ പോകുന്ന കാരണം നമ്മൾ ഇതുപോലുള്ള തിരക്കിലൊന്നും ഇങ്ങനെ പെടാറില്ല. പക്ഷേ ഇന്ന് ഹസ്ബൻഡിനൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി മെഡിക്കൽ ക്യാമ്പിന് പോയേക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വീട്ടിൽ ഇരിക്കേണ്ട വന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഗ്ലെൻസ് ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞ കമ്മനഹള്ളിയിലുള്ള ഒരു ഇംഗ്ലീഷ് ഒരു കഫേയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഒരിക്കൽ ഇന്ന് പെട്ടുപോയി. ഞങ്ങൾ ലഞ്ചിനുള്ളത് പാഴ്സലേക്ക് വാങ്ങിച്ചു. കാരണം എനിവേ ലഞ്ച് ടൈമായി. അപ്പോൾ ഇനി അതൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫിഷിന് ഫുഡ് വാങ്ങിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അതുപോലെ അങ്ങനെ ഒരു അക്വേറിയം, റോസ്ലാൻഡ് അക്വേറിയം എന്നാണ് ഇത്. നല്ല ഞാൻ പല ഫിഷ് അക്വേറിയംസ് ഇവിടുത്തെ ഫിഷ് ഷോപ്പുകളിൽ ഇതുപോലെ പെറ്റ് ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലകത്ത് വരുന്നുണ്ട്. എപ്പോൾ വന്നാലും ഈ ടാങ്ക് എല്ലാം നല്ല ക്ലീൻ ചെയ്ത് അവർ കട തുറക്കുന്നതിന് മുന്നേ വന്ന് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ടൈൽസ് എല്ലാ സംഭവങ്ങളും ക്ലീൻ ചെയ്ത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരുടെ ടാങ്ക് ഇരിക്കുന്നത്. ചത്ത മീനുകളൊന്നും ചില ഫിഷ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചത്ത മീനൊക്കെ കാണും ടാങ്കിനകത്തും, വെള്ളം കലങ്ങിയ വെള്ളവും എല്ലാം. ഇവർ ഇതുപോലെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് തരും. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ച് ഞാനിവിടെ ജസ്റ്റ് ടൈം പാസിന് എപ്പോൾ ഇതുവഴി പോയാലും വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ വന്നിങ്ങനെ ഇതുവഴിയൊക്കെ നടക്കാറുണ്ട് വെറുതെ. ഞാനിവിടെ നിന്നാണ് ഇതിന് ഫിഷിന് കോഴിക്കാർപ്പിൻ്റെ ഫുഡ് വാങ്ങിക്കുന്നത്. വേറെ പല ഷോപ്പുകളും ഉണ്ട്, പക്ഷേ എന്നാലും ഇവിടെ കാണാൻ ഒത്തിരി പല ടൈപ്പിലുള്ള ഫിഷുകളുള്ളതുകൊണ്ട് ഞാൻ ഈ ഷോപ്പിലോട്ട് വരുന്നത്. പിന്നെ പാർക്കിങ്ങും ഈസിയാണ്, ഇവിടെ വഴി തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നോക്കിയാണ് ഞാനിവിടെ വരുന്നത്. ഇത് 80 ഫീറ്റ് റോഡിലാണ് ഈ കടയുള്ളത്, കമ്മനഹള്ളി. അപ്പോൾ നല്ലൊരു ഷോപ്പാണ്. പിന്നെ കോഴിക്കാർപ്പ് ഇതുപോലത്തെ വലിയ ടാങ്കുകളും ടേബിൾ ടോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും നമുക്ക് വീട്ടിൽ വന്ന്.
ടാങ്ക്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരാൾ ഫിഷ് ടാങ്ക് വാങ്ങിച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റപ്പിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. വുഡും ഡ്രൈ വുഡ്, പ്ലാന്റ്സ്, വാട്ടർ പ്ലാന്റ്സ്, ടാങ്കുകൾ പല സൈസിലുള്ളത് ഇവരോട് പറഞ്ഞാൽ അവർ നമുക്ക് ഇവിടെ ഉണ്ട്, ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാത്തത് അവർ അവരുടെ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. എന്നാ സൈസാണ് നോക്കിക്കുക, ഇതിൻ്റെ ഫിഷിൻ്റെ കളറും ഉണ്ട്, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. എനിക്ക് ഇതുങ്ങളെ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. വന്നിവിടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ, സമയം പോകുന്നതേ അറിയത്തില്ല. ഞങ്ങൾ ഫിഷ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ എന്നാലും ഇതുവഴി ഇങ്ങനെ നടന്ന് കാണാനൊരു രസം. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഈ ഷോപ്പിനകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഞാനിങ്ങനെ നോക്കി വെക്കും. കാരണം പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ വേണം എന്നൊക്കെ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, ഇന്ന കടയിൽ പോയാൽ ഇന്ന സാധനം കിട്ടും എന്നുള്ളത്. അങ്ങനെ ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ ചുമ്മാ കറങ്ങി കിടക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങാറൊന്നുമില്ല. ഇതിന് വരുമ്പം നമ്മൾ എല്ലാം ഒന്ന് കണ്ടു നോക്കി അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇവർ കടക്കാരോട് ചോദിച്ച് ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ അവരുടെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, എന്തൊക്കെ അവർ ചെയ്യും, ഇതെല്ലാം ഞാൻ വെറുതെ ചോദിച്ചു വെക്കുന്നതാണ്. കാരണം എനിക്കിപ്പം ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഇല്ല, എനിക്ക് വെക്കാനും പറ്റത്തില്ല. കാരണം നമ്മൾ റെൻറ്റിനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ പോകുന്നിടത്തെല്ലാം ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ ഇവരുടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഒരു പ്ലാൻ ഉണ്ടാക്കാമല്ലോ നമുക്ക്. അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഇട്ടും അന്നേരം ഓടി പിടിച്ച് തപ്പി നടക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം നോക്കി നടന്ന് കണ്ടുവെക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ, ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് കടകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നത്. എനിക്ക് എപ്പോഴെങ്കിലും യൂസ് ആകും, പിന്നെ ആർക്കെങ്കിലുമൊക്കെ യൂസ് ആകുവാണെങ്കിൽ യൂസ് ആവട്ടെ അല്ലേ. ലൈറ്റ്, ചെറിയ ലൈറ്റ്, ഓരോ ഇൻഫ്രാറെഡ് റേസ്, ഇങ്ങനെ പല തരത്തിലുള്ള ആവശ്യമുള്ള ടൈപ്പ് ഫിൽറ്റർ, നെറ്റ്, ഒരു അക്വേറിയം സെറ്റപ്പിൽ വേണ്ടിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ കടയിൽ. ഇവിടെ വന്നാൽ ഞാൻ ഓടിച്ചോടിച്ച് കാണിക്കുന്നതാണ്, കാരണം വീഡിയോ അല്ലെങ്കിൽ ലെങ്തി ആയിട്ട് പോകും. ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു വെറുതെ ടൈം പാസ് ചെയ്ത് ഫിഷിനെയൊക്കെ പിടിച്ച്. അവിടെ ഈ കടയുടെ ഓണറുണ്ട്, ഒരു അമ്മച്ചി, അവരോട് കുറേ നേരമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിക്കുന്നത്, ഫിഷിൻ്റെ ഫീഡ് വാങ്ങിക്കുന്നത്. അതൊക്കെ വാങ്ങിച്ച് പോവാണ്. ഹോൾഡിങ് ഇറ്റ് ടുവേർഡ്സ് മീ, നോ ഫുഡ്. ഹൗ മച്ച് ഫോർ ഇറ്റ്? തിരിച്ച് വീട്ടിലൊക്കെ വന്നു. നമ്മൾ ഫിഷിൻ്റെ ഫുഡ് തീർന്നു പോയായിരുന്നു, അപ്പം അത് വാങ്ങിച്ചു ഫീഡ് ചെയ്യാനായിട്ട് പോവാണ്. ഷോ മി ദ ഫിഷ് ഫുഡ്. തിരിക്കണം. ഒപ്റ്റിമം 3-in-1 ഫുഡാണ് ഞാൻ വാങ്ങിച്ച കോഴിക്കാർപ്പിന്. Open this packet. Put your hand in. Hey. Only little. Enough. ഇവർക്കുള്ള ഫുഡൊക്കെ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എന്നാലും വീനിങ് ആകുന്നതേ ഉള്ളൂ, പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യണം. വെച്ചാൽ ഭയങ്കര കടിയാണ് മേത്തോട്ട് വെച്ചാൽ അല്ലേ. ഹംഗ്രി ആയിപ്പോയോ? തന്നെ ഫുഡ് തിന്നാൻ മേല? തന്നെ ഫുഡ് തിന്നാൻ മേല നിനക്ക്? വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഫുഡ് കൊടുക്കട്ടെ അവർക്ക്. അപ്പോൾ 7 പേരുണ്ട്, 7 പേരും സുഖമായിട്ടിരിക്കുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. പുള്ളിക്കാരി പുറത്തിറക്കുന്നുണ്ട്, പറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുവാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷമായി അല്ലേ. മേത്തെല്ലാം ഉണ്ട് നിൻ്റെ, എല്ലാം തെറിപ്പിച്ചു. എൻ്റെ മേത്തെല്ലാം ഡെട്ടിയാക്കി നീ. അറിയാനക്കാ എന്തുവാ എന്നാ പറയണേ? ഇപ്പോൾ കടിക്കണ്ട. വിഷം ഇരിക്കുമ്പോഴേ ഉള്ളു കടിക്കുന്നത്, അല്ലാത്തപ്പോൾ കിസ്സൊക്കെ അല്ലേ.